ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ്. വലിയൊരു ആവേശത്തിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ഈ ചുറ്റും കാണുന്നത് കുറേ അമ്മമാരും അതുപോലെ തന്നെ ഒരു സ്കൂളും ഒരുപോലെ അണിനിരക്കുന്ന ഒരു വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവിടെയുള്ള കുട്ടികൾക്ക് ഒരു പാർക്ക്. ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മമാരും ഇവിടെയുള്ള സ്കൂളിൻ്റെ ടീച്ചേഴ്സും എല്ലാവരും PTA എല്ലാവരും ഒരുപോലെ അണിനിരക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് ഉള്ളത്. വേറൊന്നുമല്ല, ബിരിയാണി ചലഞ്ചാണ് ഇന്നിവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഇന്നലെ മുതൽ ഇവർ കഷ്ടപ്പെടുകയാണ്. ഈ അമ്മമാരും ഈ PTA ടീച്ചേഴ്സും എല്ലാവരും കൂടി ഒരുപോലെ നിന്നുകൊണ്ട് ഇവർ കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ അതിലൂടെ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാം കൈകോർക്കുകയാണ്. ഒരു നാട് ഒന്നടങ്കം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഈ കാണുന്നത്. ഈ ഒരു ആവേശം മുഴുവൻ അതിൻ്റെ ഒരു തെളിവാണ്. എന്തായാലും ഇതിന് ഫലം കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപൺ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിച്ചറിയാം ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവരുടെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാറേ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപോലെ തന്നെ ഇങ്ങനെ കൈകോർത്ത് നിൽക്കണം. ഇന്നലെ തൊട്ട് ഈ ഒരു ആവേശം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇതിനൊരു ബഡ്ജറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ ബിരിയാണി ചലഞ്ച് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇതിൽ നിന്നും കുട്ടികളുടെ പാർക്കിന് ആവശ്യമായ 5 ലക്ഷം രൂപയോളം സമാഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കത് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ പോലും പിന്നീട് ഇതിന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം വികസന സമിതിയുടെയും PTA പ്രിയപ്പെട്ട നാട്ടുകാരുടെയും പൂർണ്ണമായ സഹകരണത്തിലൂടെ, അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തിലൂടെ ഇത് കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ്. ഈ മുഹമ്മദ് CMSൻ്റെ ഈ 175-ാം വർഷത്തിലും മനോഹരമായ ഒരു പാർക്ക് തയ്യാറാക്കുന്നതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം. ഇത് നമ്മുടെ ഹെഡ് മാസ്റ്ററാണ് ജോൺ തോമസ് സാറ്. ഇതിനു മുമ്പും നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ 1-2 പ്രോഗ്രാമിലൊക്കെ ഒരുമിച്ച് സഹകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും സാറേ. എന്തായാലും ഇത് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ CMS എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിന് അതിൻ്റെ വഴി വെട്ടിത്തെളിച്ച ഒരു ടീച്ചറാണ്. അതായത് സംസ്ഥാന അവാർഡ് വരെ എടുത്ത നമ്മുടെ ജോൾ ടീച്ചർ ഇതിൻ്റെ ഹെഡ് മിസ്സായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൂളിനെ ഒരു പുറം ലോകത്തേക്ക് അറിയിക്കാൻ തുടങ്ങിയതിൻ്റെ മെയിൻ ഒരാളാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറെ, ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? സന്തോഷമാണ്. നമ്മുടെ സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഉത്സവങ്ങളാണ്. അതെ അതെ. ആ ഉത്സവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും അധ്യാപകരും ഒരേ മനസ്സോടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതും ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മൾ കൊണ്ടാടുകയാണ്. പിന്നെ ഓരോ ഉത്സവങ്ങളും നടത്തുന്നതിൻ്റെ പുറകിൽ വിവിധങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് അക്കാദമി നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതുണ്ട്. ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിദ്യാലയ വികസന സമിതിയും PTA ചേർന്ന് ഇങ്ങനൊരു ചലഞ്ച് നടത്തുകയാണ്. നമ്മളിത് 2ാമത്തെ പ്രാവശ്യമാണ്. 2022-ൽ നമ്മളൊന്ന് നടത്തി, വൻ വിജയമായി. അതിൻ്റെ ചുവട് പിടിച്ച് ഈ വർഷവും നമ്മൾ നടത്തുകയാണ്. നമ്മുടെ നഴ്സറി കുഞ്ഞുങ്ങൾക്കൊരു കളിസ്ഥലം, അതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ നമുക്കൊരു ഫണ്ട് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം, ഇന്നലെ രാത്രി മുതൽ ഉറക്കം ഒഴിഞ്ഞ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കൾ, അവരാണ് നമ്മുടെ ബലം. CMS സ്കൂളിൻ്റെ ബലം എന്ന് പറയുന്ന രക്ഷകർത്താക്കളാണ്. പിന്നെ നമ്മൾ ഇപ്പം ബിരിയാണി ചലഞ്ചിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താണത്? കുട്ടികളുടെ കളിസ്ഥലം അല്ലേ? അതിന് എന്തായാലും നമ്മൾ നേടിയെടുക്കുന്ന ഉറപ്പാണോ? ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുവാണ് അല്ലേ? എത്ര നാളത്തെ ഒരു പരിശ്രമമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഐഡിയ തുടങ്ങി? എന്തായാലും ഇന്നലെ തുടങ്ങിയല്ലോ. എത്ര നാളായി നമ്മൾ ഈ ഒരു പ്ലാനിങ്? സ്കൂള് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഡിസംബറിൽ വെച്ചു. അത് പിന്നെ ഇലക്ഷൻ വന്ന് അത് മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡേറ്റിലെത്തി നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് ബിരിയാണി ചലഞ്ച്. എല്ലാവരുടെയും വലിയ സഹകരണമുണ്ട്. പേരൻസ് ആയാലും പിന്നെ PTA MPTA എല്ലാവരും തമ്മിൽ വളരെ കോപ്പറേഷനാണ്. അതെല്ലേ? ഇപ്പം നമുക്ക് പാർക്കാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റൈഡ്സ് എല്ലാം കൂടി വന്ന് നമുക്ക് ഇനിയും പുതിയ കുട്ടികൾ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെക്കുന്നത്. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതൊന്നും സെറ്റാക്കി നമുക്കത് എന്താ പറയുക,
നമ്മുടെ റൈഡ്സും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഏറ്റെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഒരുപാട് പേരുടെ കോപ്പറേഷനോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഞങ്ങൾക്കൊരു പാർക്ക് പണിയണം. അതിനുവേണ്ടിയാണ് അമ്മമാരും ടീച്ചർമാരും എല്ലാവരും കൂടി കഷ്ടപ്പെടുന്നത്. കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലൊരു കളിസ്ഥലം എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മയോട് ചേർന്ന് എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് കൂടി ഒരുപാട് കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം നിറവേറ്റാനുള്ള മുന്നോട്ടുള്ള നയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വന്നത്. അപ്പം എല്ലാവരുടെ സഹകരണമുണ്ട്. എല്ലാവരും ഒരുപാട് നന്ദി. PTA, വിദ്യാഭ്യാസ സമിതി, MBTA, എല്ലാ പേരൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും പറയാറുണ്ട് 90s കിഡ്സ് ഇങ്ങനെ മോശമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ 90s കിഡ്സ് കുറേ കളിസ്ഥലങ്ങളിലും അവിടെ എവിടെയൊക്കെ ഓടി നടന്ന് കുറേ രസകരമായ കളികളിലൂടെയാണ് അവർ വളർന്നു വന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഫോണിലാണ് കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറത്തുള്ള ആൾക്കാരെ ഒന്നും കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് ഫോണാണ്. ആ ഫോണിൽ നിന്ന് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CMS സ്കൂളിൽ കളിസ്ഥലം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുറേ PTA മെമ്പേഴ്സും പേരൻസും ഒക്കെ കൂടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. രക്ഷിതാക്കൾ അത്ഭുതം സൃഷ്ടിച്ച ഒരു സ്കൂളാണ് മുഹമ്മ CMS LP സ്കൂൾ. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂള്, പച്ചക്കൃഷിയിലൂടെ സംസ്ഥാനത്തെ 3ാം സ്ഥാനം നേടിയ സ്കൂള്. ഇവിടെ രക്ഷിതാക്കളുടെ സഹായത്താലാണ് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയ വികസന സമിതി കമ്മിറ്റിയുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അസുഖബാധിതരും വയ്യാത്തവരുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ആശുപത്രി കേസുകളടക്കം ഈ വിദ്യാലയ സമിതി ഒട്ടനവധി പൈസ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മുഹമ്മയിലെ സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടുകൂടി തന്നെ വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കളിപ്പാട്ടമില്ല. ഒരു നഴ്സറി സ്കൂളായതുകൊണ്ട് നഴ്സറി സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കുറവാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച്. അത് രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി തന്നെ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ ആ കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഏതാണ്ട് 10,000-3000 ബിരിയാണി നമ്മളിവിടെ ഇന്ന് പാക്ക് ചെയ്യുകയാണ്. അതിലൂടെ കിട്ടുന്ന തുക, അത് മുഴുവൻ തുകയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ വാങ്ങി നമ്മുടെ സ്കൂളിൽ കൊടുക്കാനും കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ മൊബൈൽ അഡിക്ഷൻ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കളിക്കാൻ സ്ഥലമില്ല, കളിക്കാൻ കളിപ്പാട്ടങ്ങളില്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് മൊബൈലിലേക്ക് മാറും. അതൊരു വലിയൊരു പ്രശ്നത്തിലേക്കും വലിയൊരു അസുഖത്തിലേക്കൊക്കെ പിള്ളേരെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് കളിക്കാൻ നല്ലൊരു കളിസ്ഥലവും കളിപ്പാട്ടങ്ങളും എന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മ CMS സ്കൂളിലെ വിദ്യാലയ വികസന സമിതിയും PTA-യും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഇവിടുത്തെ കുട്ടിയുടെ അമ്മയാണല്ലേ? ഇത് എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ്? കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതെ അല്ലേ? എല്ലാവരും കൂടെ ഭയങ്കര രാവിലെ തൊട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ തൊട്ടുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പം ഇതിൽ നമ്മൾ നേടിയെടുക്കും, ഉറപ്പാണ് അല്ലേ? ഒരൊറ്റ ലക്ഷ്യം നമുക്കുള്ളൂ, ഒരു പാർക്ക് അല്ലേ? ഞങ്ങൾക്കൊരു പാർക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങൾ കുറേ ആഗ്രഹിച്ചതാ. ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു പാർക്ക് വേണം. എല്ലാ പിന്തുണയും സഹായവും 100% ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. അതിലൊരു പ്രധാനപ്പെട്ട സ്കൂളാണ്. 175 വർഷം തികയുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് മറ്റൊരു സ്കൂളില്ല. അപ്പോൾ അന്ന് ഈ സ്കൂളാണ് ഒരുപാട് പേർക്ക് അക്ഷര വിദ്യാഭ്യാസം നൽകിയത്. ഒരുപാട് പ്രഗത്ഭന്മാരെ എല്ലാം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരാണ്. ഒരുപാട് കലാപ്രതിഭകൾ, കായിക പ്രതിഭകളെല്ലാം ഈ സ്കൂളിൻ്റെ സന്തതികളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് എല്ലാവിധ സഹായങ്ങളുണ്ടാവും. നമ്മൾ ഇവിടുത്തെ കുറച്ച് പുലികളൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടാ. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ അമ്മമാരും ടീച്ചർമാർക്കൊക്കെ കഷ്ടപ്പെടുന്നത്. ആണോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? വീട്ടിൽ ചെന്ന് തിന്നണം ബിരിയാണിയാ? ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഈ ബിരിയാണി കൊടുക്കുന്നത് നിങ്ങൾക്ക് തിന്നാൻ തരാനാണോ? അത് മാത്രമേ ഉള്ള ഈ ബിരിയാണി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് എന്തെടുക്കാന്? അപ്പൊ അതറിയാം അല്ലേ? അപ്പൊ ഈ ബിരിയാണി തിന്നിട്ട് ആ പാർക്കിൽ പോയി കളിക്കണം അല്ലേ? നിങ്ങളുടെ പേരെങ്ങനെയാ? ആദിദേവ്, അഫ്ര ഫാത്തിമ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് കേട്ടോ അല്ലേ? എന്നെ കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്നാ ഓക്കെ, ഏതും കണ്ടൊരു വീഡിയോ പറഞ്ഞേ.
കുറെ പൂക്കളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അല്ലേ? ഇത്ര ദിവസം നമ്മൾ പാർക്ക് പണിയും ഇല്ലേ? ഞങ്ങൾ എവിടെ പെരുവിന് പോയാലും ഈ മോളെയും കൊണ്ടാ പോകുന്നത്. ഇത്രയും വെയിലത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഈ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച്. ഇതേപോലെ കുറെ കുഞ്ഞുങ്ങളുണ്ട് അടുത്ത വർഷത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം വെച്ചാലും വേറൊന്നുമല്ല, ഈ നമ്മുടെ ഈ ഇതുപോലത്തെ കുട്ടികൾ, ഇതുപോലത്തെ സ്കൂളുകൾ പല സ്ഥലങ്ങളിലും കാണും. അവർക്കൊക്കെ ഇതൊരു മാതൃകയാകട്ടെ. കാരണം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മന്ത്രിമാരുടെ അല്ലെങ്കിൽ അതുപോലെ ഫണ്ട് കണ്ടെത്താൻ എന്താണ് ഒരു ഐഡിയ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്ത് ഇതുപോലെയുള്ള ആശയങ്ങളും ഇതുപോലുള്ള പദ്ധതികളും ഇതുപോലുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും. പലയിടത്തും ചെയ്തിട്ടുള്ളതാണ്. ഓരോ ആവശ്യങ്ങൾക്കായി പല രീതിയിലുള്ള ഇതുപോലുള്ള ആശയങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതുപോലെ തന്നെ ആണ് ഇവരും ഈ ഒരു ടീം മൊത്തത്തിൽ ഒന്നടങ്കം ആവേശത്തോടുകൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് കണ്ട നമ്മുടെ ചുറ്റും ഈ വന്നു നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അറിയാം. കാരണം ഇവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവർക്കൊക്കെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ഒരു പാർക്ക് പണിയണം. ആ പാർക്ക് ഇന്ന് വരും നാളെ വരുമെന്നുള്ള ഒരു ആവേശത്തോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.